Hey guys, welcome back to our channel. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മളൊരു മൂവി റിവ്യൂ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ ആസിഫ് അലി അഭിനയിച്ചിട്ടുള്ള സർക്കിട്ട് എന്ന് പറയുന്ന മൂവി അങ്ങനെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മൾ പടം കാണാനായിട്ട്. ഈ ആഴ്ച ഇറങ്ങിയ എല്ലാ പടങ്ങളും ഐ തിങ്ക് ഇന്നലെ ഇറങ്ങിയ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മാത്രമേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടത്. സർക്കിട്ട് മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് തമർ KV എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് റൈറ്റ് ചെയ്തേക്കുന്നതും. കാസ്റ്റ് വരുന്നത് ആസിഫ് അലി ഉണ്ട്, ദിവ്യപ്രഭ ഉണ്ട്, ദീപക് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു കുഞ്ഞു പടമാണ്. ഇതൊരു പയ്യനുണ്ട്, ഈ ദീപകിൻ്റെ ഒക്കെ മോനായിട്ട് വരുന്ന പയ്യൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി സോഷ്യൽ മീഡിയയിലുള്ളൊരു പയ്യനാണ്. സോ യെസ് ഗൈസ്, പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ADHD എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ള അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരൻസായിട്ട് വരുന്നതാണ് ദിവ്യപ്രഭയും ദീപക്കും ഒക്കെ. സോ അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരാളാണ് ആസിഫ് അലി. അതെങ്ങനെ വരുന്നു, അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. കിഷ്കിന്ദ കാണ്ടൊക്കെ കണ്ടിട്ട് നമ്മൾ അതുപോലൊരു പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷ, അല്ലെങ്കിൽ പോട്ടെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആസിഫ് അലിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ പടത്തിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത്, ഈ കാണാൻ പോകാൻ ലേറ്റ് ആയപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി കുറേയൊക്കെ അറിഞ്ഞിരുന്നതും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കിടിലോസ്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും. അങ്ങനെ കുറേ കേട്ടിട്ടൊക്കെയാണ് ഞാൻ പോയത്. കിഷ്കിന്ദ കാണ്ഡം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതിനകത്ത് പുള്ളിയുടെ പെർഫോമൻസ് ആയിക്കാലും എല്ലാം കൊണ്ട് കിടുക്കാനായിട്ടുള്ള എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞാൻ ആക്ച്വലി ആസിഫ് അലിയുടെ ഒരു പടം 2 പ്രാവശ്യം കണ്ടത് കിഷ്കിന്ദ കാണ്ഡമാണ്. എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഈ പടം കാണാൻ പോയത്. സോ ഈ പടം യെസ് ഗൈസ് നൈസ് ഒരു പടമാണ്. ഒരു വൺ ഡേ വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എന്തോ ഇത് ഗൈസ് പറയുവാണെങ്കിൽ ഇതൊരു കുഞ്ഞു കഥയാണ്. അത് ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയൊരു സ്റ്റോറിയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത്, ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയ കഥയാണ്. ആ കഥ ഇവർ എത്രത്തോളം വലിച്ചു നീട്ടാവോ അത്രത്തോളം വലിച്ചു അവേഴ്സ് അവർ ഇട്ടേക്കാണ് ഗൈസ്. അതായത് ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ നമുക്ക് ഓക്കെയാണ്. ഇനി എന്താണ്, അല്ലെങ്കിൽ ഇനി എങ്ങനെ പോകും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അങ്ങനത്തെ ഒരു ഇതിലാണ് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ അവിടം തൊട്ട് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യാൻ തുടങ്ങിയത് പടം ഭയങ്കരമായിട്ട്. അതായത് ഓപ്പൺലി പറയുവാണെങ്കിൽ എനിക്ക് നമ്മുടെ കയ്യിൽ സ്കിപ്പ് അടിച്ച് കളയാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഓടിച്ചു വിടാൻ പക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം തിയേറ്ററിലുണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അത് ഓടിച്ചിട്ട് കാണുന്നത്. കാരണം പടം ബോറായതുകൊണ്ടോ അതുകൊണ്ടോ അല്ല, ബട്ട് എന്നാൽ പോലും ഒരു ചെറിയ ഒരു സ്പേസ് തീർക്കേണ്ടതായിട്ടുള്ള ആ ഒരു സീൻ, ഐ മീൻ ആ ഒരു പോർഷനെ അവർ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ചൊന്ന് എനിക്ക് പേഴ്സണലി അതങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ല. ദെൻ ഇതിനകത്ത് വരുന്ന ആ പയ്യൻ്റെ കാര്യം, പയ്യൻ ആക്ച്വലി കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ADHD എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനുള്ള എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളെല്ലാം ഇങ്ങനെയാണോ അതില്ല. മേ ബി ഒരു കൊച്ചിറക്കനായതുകൊണ്ടും പിള്ളേർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഭയങ്കര വികൃതിയാണ്, അനുസരണക്കേട്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം. അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അല്ലെങ്കിൽ വാശി അങ്ങനെയുള്ളതുണ്ട്. ബട്ട് ആദ്യത്തെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഈ പയ്യൻ്റെ ബഹളം വെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് പേഴ്സണലി അത് ഓക്കെ ആയിരുന്നു. ബട്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഒച്ചവെപ്പും ബഹളം വെപ്പുമൊക്കെ എന്തോ അങ്ങോട്ട് ഒരു ഇറിറ്റേഷനായിട്ട് അത് ഫീൽ ചെയ്തത്. ആക്ച്വലി കണ്ടീഷൻ ഉള്ളവരെ പറ്റി എനിക്ക് പേഴ്സണലി അറിയത്തില്ല ഇവരിങ്ങനാണോ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. മേ ബി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ബട്ട് എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അത് ആ പയ്യൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ്ലി ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, അത് കുറച്ചൊക്കെ സീൻസൊക്കെ നമുക്ക് ഓക്കെയാണ്. ആ ഒരു ബഹളം വെപ്പും അല്ലെങ്കിൽ ആ കാണിക്കുന്ന കുസൃതികളും അല്ലെങ്കിൽ ആ ഒരു വഷളക്കേടൊക്കെ കാണിക്കുന്ന കുറേയൊക്കെ ഓക്കെയാണ്. ബട്ട് കുറേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതർവൈസ് പടങ്ങളൊക്കെ ഓക്കെയാണ്. ഓവറോൾ നൈസ് ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ സംവിധായകൻ തമർ എന്ന് പറയുന്ന ആളുടെ ഐ തിങ്ക് ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു പുള്ളിയുടെ. ഡയറക്ഷൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഭാഗത്തോ വേറെ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ കഥയാണ്. 2 മണിക്കൂർ വലിച്ചു നീട്ടാനുള്ള ഒരു പ്ലോട്ടും കാര്യങ്ങളും ഇല്ല. ഇതൊരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കാവുന്ന കാര്യമേ ഉള്ളായിരുന്നു. ബട്ട് അവർ മേ ബി അവരുടെ വിഷന് അല്ലെങ്കിൽ അവർക്കത് ചെയ്യണം, പടമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കും മേ ബി അവരത് ഒരു മൂവി ആക്കിയത്. ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത്. അതായത് ആസിഫ് അലിയുടെ നല്ല കിടിലോസ്കായിട്ടുള്ള പെർഫോമൻസ് കാണാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പോയത്. ബട്ട് എനിക്ക് പറഞ്ഞ അത്രയും ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പിന് അത്രയും ഒരു പെർഫോമൻസ് എനിക്ക് ഈ പടത്തിൽ നിന്ന് ആസിഫ് അലിയുടെ നിന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഗൈസ്, അപ്പം ആസിഫ് അലിയുടെ ഒരു വൺ ടൈം വാച്ചബിൾ പടം അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസ്, ജോലി തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ കുട്ടികളെ നോക്കാൻ പറ്റാത്ത പേരൻസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അവരുടെ തിരക്കിനിടയ്ക്ക് കുട്ടികളുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും നോക്കാൻ പറ്റാതെ കുട്ടികളെ വേറെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് വീട്ടിലൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിട്ട് പോകുന്ന അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ. അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ പോട്ടെ അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ബട്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പം വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെ ആകുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയൊക്കെ ആയേക്കാം, ഇങ്ങനെയൊക്കെ ആയവും ഇങ്ങനെയൊക്കെ എന്നൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ പടം കാണും നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ എൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ പേരൻസ് ആയവരും ആകാൻ പോകുന്നവരും ഈ പടം എന്തായാലും ഒന്ന് കാണുക. കാരണം അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഈ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.